മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ കല്ലാർ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ കാട്ടാന സാന്നിധ്യം പതിവാകുന്നു. കഴിഞ്ഞ ദിവസം പകൽ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെത്തിയ 2 കാട്ടാനകൾ പരസ്പരം കൊമ്പുകോർത്തു. മുമ്പ് കാട്ടുകൊമ്പൻ പടയപ്പ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ തീറ്റ തേടി സ്ഥിരമായി എത്തിയിരുന്നു. ദിവസങ്ങളോളം ആന ഇവിടെ നിലയുറപ്പിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ കൂടുതൽ കാട്ടാനകൾ ഇവിടേക്കെത്തുന്നതാണ് പ്രതിസന്ധിയാകുന്നത്. മൂന്നാർ ഗ്രാമപഞ്ചായത്തിന് കീഴിലാണ് മാലിന്യ സംസ്കരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇവിടെ എത്തിയ കാട്ടാനകൾ പരസ്പരം കൊമ്പുകോർത്തു. കാട്ടാന സാന്നിധ്യം പതിവായതോടെ തൊഴിലാളികൾക്ക് ജോലി ചെയ്യാനാകുന്നില്ല. നേരത്തെ ഇവിടെ ഉണ്ടായ ആക്രമണത്തിൽ 2 തൊഴിലാളികൾക്ക് പരിക്കേറ്റിരുന്നു. മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെത്തുന്ന കാട്ടാനകൾ കൂടിക്കിടക്കുന്ന മാലിന്യം ഭക്ഷിക്കുന്നതും പതിവാണ്. പ്ലാസ്റ്റിക് മാലിന്യം ആനകളുടെ ഉള്ളിൽ ചെല്ലാൻ ഇത് ഇടവരുത്തും. മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനുള്ളിലേക്ക് കാട്ടാനകൾ എത്താതിരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം മുൻപ് വനം വകുപ്പിന് മുന്നോട്ട് വെച്ചിരുന്നു. വേനൽ കനക്കുന്നതോടെ തീറ്റ തേടി കൂടുതൽ ആനകൾ കേന്ദ്രത്തിലെത്തിയാൽ വലിയ ബുദ്ധിമുട്ടാകും. ന്യൂസ് 18 മൂന്നാർ. ഇടുക്കി രാജകുമാരിയിൽ കാട്ടുപന്നിക്കൂട്ടം വ്യാപകമായി നെൽകൃഷി നശിപ്പിച്ചു. മഞ്ഞക്കുഴി പാടശേഖരത്തിലാണ് കൃഷിനാശം. 2 ആഴ്ചയ്ക്കുള്ളിൽ കൊയ്ത്ത് നടത്തേണ്ട പാടത്താണ് കാട്ടുപന്നിക്കൂട്ടം ഇറങ്ങിയത്. കഴിഞ്ഞ ദിവസം മഞ്ഞക്കുഴി പാടശേഖരത്തെത്തിയ കാട്ടുപന്നിക്കൂട്ടം വ്യാപക കൃഷിനാശമാണ് വരുത്തിയത്. 6 കർഷകരുടെ കൂട്ടായ്മയിൽ 1 ഏക്കർ സ്ഥലത്തിറക്കിയ കൃഷി പൂർണ്ണമായും നശിച്ചു. ഈ കൃഷി ഞങ്ങൾ ചെയ്തു വന്നിട്ട് ഇന്ന് വരെ നേരെ വണ്ണം ഞങ്ങൾക്ക് വിളവെടുക്കാൻ സാധിച്ചിട്ടില്ല. ഈ ക്ഷുദ്രജീവിയായ കാട്ടുപന്നിയുടെ ശല്യം കൊണ്ട് ഇതിന് എന്തെങ്കിലും അധികാരികള് നടപടിയില്ല എങ്കിൽ ഞങ്ങൾക്ക് കൃഷി ഉപേക്ഷിക്കേണ്ടി വരും. രാത്രികാലങ്ങളിലാണ് പന്നികൾ കൂട്ടത്തോടെ പാടങ്ങളിൽ ഇറങ്ങുന്നത്. തുടർച്ചയായ വന്യമൃഗാക്രമണം കർഷകരുടെ അധ്വാനം ഇല്ലാതാക്കുകയാണ്. ഏകദേശം ഒരു 15 ദിവസത്തിനുള്ളിൽ കൊയ്യാവുന്ന നെല്ലായിരുന്നു ഇത്. പന്നി എന്നും രാത്രി വലിയ ഒരു കൂട്ടങ്ങളായിട്ടാണ് വന്ന് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ പോയാൽ എല്ലാവരും കൃഷി ഉപേക്ഷിച്ച് മറ്റു മാർഗങ്ങൾ തേടേണ്ടി വരും. വനംവകുപ്പ് നടപടി കാര്യക്ഷമമല്ലെന്നാണ് കർഷകർ പറയുന്നത്. ബന്ധപ്പെട്ട കൃഷി ഓഫീസ് അവർ ഇതിനെ വ്യക്തമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കാനുള്ള സംവിധാനം ചെയ്യണം. ഇവര് പറയുന്നത് കേട്ടാൽ 1 ഏക്കർ കൃഷി ചെയ്യാൻ 30,000 രൂപ വരെ വിലയാണ് അവർ പറയുന്നത്. 30,000 രൂപ വരെ. നെൽവിത്തുകൾ നല്ല വിത്തുകളാണ് കൊണ്ടുവന്ന് പാകി അവർ ഇത്രയും കാലം സൂക്ഷിച്ചത്. കൊയ്യുന്ന സമയം 10 ദിവസം നിൽക്കുമ്പോഴാണ് ഇതെല്ലാം കൂടെ നശിപ്പിക്കുന്നത്. അപ്പൊ ഇതിന് എത്രയും പെട്ടെന്ന് തന്നെ അതിന് നടപടികൾ സ്വീകരിക്കണം. ന്യൂസ് 18 ഇടുക്കി. പുലിപ്പേടിയിൽ പത്തനാപുരത്തെ മലയോര ഗ്രാമങ്ങൾ കേരള കോൺഗ്രസ് എം നേതൃത്വത്തിൽ പത്തനാപുരം DF ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കേരളത്തിൽ എത്ര ജീവനുകൾ പൊലിഞ്ഞു നമ്മൾ കണ്ടു. വന്യജീവികളുടെ ആക്രമണത്താൽ എത്ര ആളുകൾ ജീവനുകൾ പൊലിഞ്ഞു. 2000-ഓളം ആളുകൾക്ക് അവരുടെ അവയവങ്ങൾ നഷ്ടപ്പെട്ടു. കേരളത്തിൽ മനുഷ്യജീവനിൽ പുല്ലുവില പോലും കൽപ്പിക്കാത്ത നിലപാടുമായി പോകുന്ന കേന്ദ്ര സർക്കാരിന്റെ നിയമം പൊളിച്ചെഴുതണം.